ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെസ്സിൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പെസ്സിൻ്റെ ഗെയിം പ്ലേ എൻ്റെ ചാനലിൽ നോക്കി അറിയാം. ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ടുക്കുന്നു. 2015 ഇട്ടുക്കുന്നു, അതേമാതിരി തന്നെ 2017 ഇട്ടുക്കുന്നു. അപ്പോൾ ഒരു 4 ഞാൻ ഇട്ടുക്കുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൽ ടോപ്പ്, അതായത് ഡിഫിക്കൽട്ട് ലെവലിൽ നമ്മൾ കളിക്കാൻ പോകുന്നത്. ഞാൻ 2-3 കളി കളിച്ചു, അതിൽ ഒറ്റൊന്ന് മാത്രമേ ഞാൻ വിജയിച്ചിട്ടുള്ളൂ, അതും ബലാൻഡിക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് അത് കളിക്കാൻ പോവാണ്. ഇപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് ലെവലാണ് കളിക്കാൻ പോണത്. സൗണ്ട് ക്വാളിറ്റി പറഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കേൾക്കാം കാരണം, പക്ഷേ ഗെയിമിൻ്റെ സൗണ്ട് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പക്ഷേ ഓക്കെ, നമ്മൾ എക്സിബിഷൻ മാച്ചിനെ എടുക്കണം. ഇപ്പം ഞാനൊരു ബാസ ഫാനാണ്, ബട്ട് ഇപ്പോൾ ബാസിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ പണ്ടത്തെ ബാസിന് ഇതിൽ MSN ത്രയം. ഓക്കെ, ബാസ vs റയൽ മാഡ്രിഡ്. അതിലാരും വലിയൊരു ടീം എന്നൊന്നും ഞാൻ കണ്ടില്ല, കാരണം ബാസില ഇപ്പോൾ നോക്കുമ്പോൾ ബാസിലാരും വലിയ ടീമാണ് റയൽ മാഡ്രിഡ്. പക്ഷേ അന്നും ബാസിയും റയലും അത്ര കട്ടക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ജനറൽ സിറ്റൻസിൽ ഇപ്പോൾ ബിഗിനറാണ് കിടക്കുന്നത്. ഓക്കെ, ബിഗിനറുള്ളത് മാറ്റി നമുക്ക് ജസ്റ്റ് 10 മിനിറ്റ് മതി കേട്ടോ ഗൈസ്, 10 മിനിറ്റ് മതി. ഹലോ, സൂപ്പർ സ്റ്റാർ, അത് ബിഗിനർ, അമേച്ചർ, ഓക്കെ, റെഗുലർ, പ്രൊഫഷണൽ, ടോപ്പ് പ്ലെയർ, സൂപ്പർ സ്റ്റാർ. ഇതാണ് ഇതിലേറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ ബിഗിനറാണ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് പൂപ്പിക്കുക, അതായത് വെലാൻ്റെ ഓണാക്കിയിരിക്കുന്നു. പിന്നെ കണ്ടീഷൻസ്, അതായത് നമ്മൾ ഫോമൊക്കെ റാൻഡാണ്, പിന്നെ പന്തും അത് മതി. ഇപ്പോൾ സ്റ്റേഡിയം ക്യാമ്പിനും ബാക്കിയൊക്കെ റാൻഡാണ്. ജസ്റ്റ് നമുക്ക് റാൻഡം മാറ്റിയിട്ടേ സീസൺ സമ്മർ ഫൈൻ. ഓക്കെ, റെയിനി വേണ്ട, റെയിനി ആകുമ്പോൾ ലാഗ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. മറന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സ് അറിയുന്നത് നമ്മളിപ്പോഴത്തെ ഫുട്ബോളിലാരെയും എത്രയോ ബെറ്റർ സംഭവമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഫുട്ബോൾ ഇങ്ങനെ ഒരു വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ വന്നാൽ അടിപൊളിയൊക്കെ അല്ലേ, നമ്മുടെ ഫോണിലൊക്കെ സീനായിരിക്കും. ഇത് സ്റ്റേഡിയം തന്നെ, സ്റ്റേഡിയം ഇപ്പോൾ നമ്മളെ പ്ലെയേഴ്സിനൊരു സ്ട്രക്ചർ വെച്ചാലും ഒക്കെ അടിപൊളിയാണ്. ഇത് ശരിയാണ്, നമ്മൾ ഗ്രാഫിക്സ് കാർഡും അതേമാതിരി റാമും കാര്യങ്ങളൊക്കെ ലാപ്പാണ്. അത്ര വലുത് അത്ര പോകുന്ന ചെറിയ ഫോണിൽ കൊണ്ടുവരാമെന്നില്ല നമുക്ക്, ബട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ഫുട്ബോളാണല്ലോ. പെസ് വെച്ചാൽ ചിലപ്പോൾ ഇതിലാരും ഒന്നുകൂടി നല്ല ഗ്രാഫിക്സില്ല. ഇപ്പോൾ 24 പെസ് വെച്ചാൽ ഇതിലാരും നല്ല ഗ്രാഫിക്സിലെ ഗെയിം ആയിരിക്കും തോന്നുന്നു. ആയിരുന്നെങ്കിൽ പെസ് വെച്ചാൽ ഇപ്പോൾ ഈ ഫുട്ബോളാണല്ലോ. നമുക്ക് ജസ്റ്റ് സ്കിപ്പ് അടിക്കാം. ഓക്കെ, സ്ക്രീനിൽ കൂടി ഇതാ ലാഗാകാരം, നല്ല ലാഗ് ഉണ്ടാവും. ഓക്കെ, പിക്കെ ഗൈസ്, പടിപാളി ഫസ്റ്റ് തന്നെ ഗോൾ. ഓ, രക്ഷപ്പെട്ടതാണ് ഗൈസ്, രക്ഷപ്പെട്ടതാണ്. ഓക്കെ, ഇനിയസ്റ്റ, നെയ്മർ. ഓ, ഷെറാണോ കുത്ത് ഗൈസ്. ഓക്കെ, ബിസ്ക്കറ്റ്സ്. ഓ, ഷെറാണോനെ ഗൈസ്, അവർ ഹാഫ് തന്നെ കളിക്കാൻ കഴിയണില്ല. പണ്ടത്തെ പെസ് കളിച്ചോലൊക്കെ അറിയാം. ഇപ്പം ലെജൻഡാണല്ലേ ഏറ്റവും വലുത്. പണ്ട് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഇറ്റ്സ് മെസ്സി. ഓ ഗൈസ്, മെസ്സിൻ്റെ നല്ല അടിപൊളി ഷോട്ടായിരുന്നു. പക്ഷേ പോസ്റ്റിക്ക് പോയില്ല.
ഓക്കെ മാർസലോൻ്റെ ക്രോസ്. ഓക്കെ മഷറാണോ. ഓക്കെ ഓക്കെ. കോർണർ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഫുട്ബോൾ കളിക്കുകയെങ്കിൽ കോർണറിൽ ഇതുണ്ടാവും നമ്മൾ അറ്റാക്കിങ് ഡിഫെൻസിങ് സ്ട്രാറ്റജി ഉണ്ട്. അത് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്, മാൻ ടു മാൻ മാർക്കിങ്, അതേമാതിരി ഇത് സംഭവമൊക്കെ ഇതിൽ ഇപ്പോൾ അതായത് ഇപ്പോൾ തന്നെ ഈ സമയത്ത് വന്നു, അതായത് 2017 വന്നു. അതായത് അന്നത്തെ കാലത്തെ ഉണ്ട് സംഭവം. അതിപ്പോൾ ഈ ഫുട്ബോൾ നമ്മളെ ഫോണിൽ കൊടുക്കുന്നതെന്നുള്ളൂ. ഈ സംഭവമൊക്കെ സിസ്റ്റം പറഞ്ഞാൽ നേരത്തെ കൊണ്ടായിരുന്നു. നമ്മൾ പ്രസ്സിൽ തന്നെ വേണമെങ്കിൽ കൊണ്ടായിരുന്നു. പ്രസ്സിൽ ഏതായാലും കൊടുക്കുന്നില്ല, പിന്നെ ഈ ഫുട്ബോളിലാണ് കൊടുക്കുന്നത്. മാച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഇതിൽ മാച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ പഴയ പ്രസിദ്ധമായി തന്നെ പ്രഷറൊക്കെയാണ്, പ്രഷറിങ്ങും കാര്യങ്ങളാണ്. അപ്പോൾ ഡിഫൻസ് കൺട്രോൾ ചെയ്യുമെങ്കിൽ ഞാൻ മാച്ച് പ്ലെയറാണ്. അത് ഇപ്പോൾ അങ്ങനെയുള്ളൂ. മാച്ചപ്പ് യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ യൂസ് ചെയ്യുന്നവരുണ്ട്. കാരണം ഇപ്പോൾ ഫുട്ബോൾ പുതിയ ഇറങ്ങിയവർക്ക് അധികം മാച്ചപ്പ് ആൾക്കാരെ യൂസ് ചെയ്യുക. അത് ഓൾഡ് ബെസ്റ്റ് പ്ലെയേഴ്സ് മാച്ചപ്പ് യൂസ് ചെയ്ത് വരുന്നുള്ളൂ തോന്നുന്നു. അല്ല, ഇപ്പോൾ ഏകദേശം ഫുള്ള് മാച്ചപ്പ് ആയിക്കണു. മെസ്സി. ഓ ഗൈസ്, യെസ് മെസ്സി. മെസ്സി. ഏയ് ഗായ്സ്, ഈ ഷോട്ട് കുറച്ചുകൂടി നേരത്തെ അടിക്കേണ്ടിയിരുന്നു ഗൈസ്. മൈക്കിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. മൈക്ക് മാറ്റാനായിരിക്കണം. അതായത് ലോക്കൽ മൈക്കായിരുന്നു. അപ്പോൾ ചെറുതല്ല, നല്ലൊരു ഒരമ്പക്കലുണ്ട്. ഓക്കെ ഓക്കെ. അവർക്ക് 2 ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് 1 ചാൻസ് കിട്ടുള്ളൂ. രണ്ടൊന്നല്ല, അവർക്ക് 2-3 കിട്ടിയില്ലേ. 4 കിട്ടിയിരുന്നു മാച്ച് ചാൻസ്. നമുക്ക് 1 ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഒരു ഷോട്ട് അടിച്ചു. ദറ്റ്സ് ഓൾ. ഷോട്ടിൻ്റെ കാര്യത്തിലുണ്ടല്ലോ, അവരാണ് മുന്നിൽ. നമ്മൾ ഷോട്ട് ഗായ്സ്. ഓക്കെ, നമ്മൾ 3 ഷോട്ടായിരുന്നു. ഷോട്ടിൽ കാര്യമില്ല ഗായ്സ്, നമ്മൾ എത്ര ഷോട്ട് അടിച്ചാലും ഒരൊറ്റൊരു ഗോളിന് മതി. ഓക്കെ ഗൈസ്, എന്താ പറയുന്നത്, അവരുടെ നെക്സ്റ്റ് അറ്റാക്ക് നമ്മളതിൽ ഗോളായി മാറി. ഡിഫൻസൊക്കെ ആകെ പാളി. അത് ഇവിടെ പിക്ക് കയറി വന്നു അല്ലേ. സെൻറ്റർ ബാക്ക് ഉണ്ടായിരുന്നില്ല, മഷറാണോ കയറുന്നത്. മഷറാണോ പൊസിഷൻ ഇട്ട് വന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് കളി പുനരാരംഭിക്കുന്നു. ഓക്കെ, നെയ്മർ, ജോണി ആൽബ, ഇനിയസ്റ്റ, ബുസ്കറ്റ്സ്, ഇനിയസ്റ്റ. ഓക്കെ, മെസ്സിൻ്റെ ത്രൂ ബോൾ. ഓക്കെ ഓക്കെ. സുവാരസ്. ഓ മാർ. ഏയ് എടുത്തില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ പിക്കെ തടഞ്ഞിരിക്കുന്നു. ഓക്കെ. ഓ മാർസലോ. ഏയ് ഗൈസ്, ഇത് പണി പാളി ഗൈസ്.
സൂപ്പർ സ്റ്റാർസ് നടക്കൂല ഗൈസ്. ഈ 2 ഗോൾ പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. എന്നാൽ കഴിഞ്ഞ കളിയിൽ തന്നെ ഞാൻ ഒറ്റ ഗോളുമ്പോൾ സമനില പിടിച്ചാണ് ഗൈസ് ജയിച്ചത്. ഇതിൽ 2 ഗോൾ പറഞ്ഞാലേ നമ്മൾ 2 ഗോളിന് തോറ്റിരിക്കുകയാണ് ഗൈസ്. തോറ്റിരിക്കുക ഇത് തോൽക്കും. ഇത് ലാസ്റ്റത്തെ ഒരു ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു 800 സംതിങ് വ്യൂസ് ആയൊരു ഈ ഫുട്ബോളിൻ്റെ ഒരു ഗെയിം പ്ലേ ഉണ്ട്. അതിലും തോൽക്കുകയാണ്. പക്ഷെ അതിന് വ്യൂസ് കയറി. ജയിക്കണീന് വ്യൂസ് കയറില്ല. അപ്പോൾ ഇതിന് വ്യൂസ് കയറണേ കുറച്ച് ഓവറാവുണ്ടോ? ഞാൻ ഉണ്ട്, സത്യം ശരിയാണ്, ഓവറാവുണ്ട്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഓവറാണ്. ജോണി ആൽബ, നെയ്മർ, 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 മെസ്സി, മാൻ. ഓ ഗൈസ്, ഇനിസ്റ്റേ കിട്ടിയില്ല. ഓ പിന്നെ പണ്ടൊക്കെ പറഞ്ഞ മാതിരി സ്ക്രിപ്റ്റഡ് ആണ് ഗൈസ്. ഇത് സ്ക്രിപ്റ്റഡ് എപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോൾ ഡിവിഷൻ 1 എത്തിയ സ്ക്രിപ്റ്റഡ് ആണ്. എനിക്ക് അങ്ങനെ സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നിയിട്ടില്ല. ബട്ട് ഞാൻ ഡിവിഷൻ 1 ഒരു സീസണിൽ ഞാൻ ജസ്റ്റ് നല്ലായിരുന്നു കളിച്ചിട്ട് തന്നെ. സ്കൂളിലെ ടൈം തന്നെ, സ്കൂളിലെ കാലം, ഇപ്പോൾ ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് +2 കഴിഞ്ഞാണ്. അപ്പോൾ അന്ന് തന്നെ ജസ്റ്റ് ഞാൻ നല്ല രീതിയിൽ, അതായത് നല്ല സീരിയസ് ആയിട്ട് കളിച്ചിട്ട് ജസ്റ്റ് അങ്ങനെ എത്തണം എന്നുള്ളൊരു ഇതിൽ കാരണം ഒന്നുകൂടി സുഖമായിക്കണം. കാരണം പെട്ടെന്ന് താഴത്തേക്ക് പോരൂല. മറ്റേ പറഞ്ഞാൽ ആ പോയിന്റ് കിട്ടിയില്ലെങ്കിൽ താഴത്തേക്ക് വരും. ഒരു ഇത്ര കളിയിൽ ഇത്ര പോയിന്റ് കിട്ടണമല്ലോ. കാരണം 10 കളികളുണ്ടാവും, അങ്ങനെ ഒരു സംഭവം തന്നെയല്ലോ. ഓ മറി ബയൽ പേരൊക്കെ സീനാണ് ഗൈസ്. പിക്കെ മെസ്സി. ഓ മെസ്സി 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 ഷോട്ട്. മെസ്സിൻ്റെ ഷോട്ട് ഡിഫ്ലക്ഷനായി. ബുസ്കറ്റ് ഷോട്ട് അടിക്കുന്നു. അതൊരു പരാജയ ഷോട്ടായിരുന്നു. ദമ്മുണ്ടായില്ല, പോസ്റ്റിക്കും പോയില്ല. ഇപ്പോൾ ക്രിസ്ത്യാനോ മണ്ടും ഓക്കെ നമ്മുടെ ഇരിക്കുന്നു. മെസ്സിക്കനെ പോട്ടെ. ഇവിടെ പിന്നെയുണ്ട് മിസ്. എനിക്ക് പന്ത് കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ക്രിസ്ത്യാനോൻ്റെ ക്രോസ് ആയിരുന്നു ഗൈസ് അത്. ഗോൾ കിക്ക്. ബട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, 2 ഗോൾ അവർ ഫസ്റ്റ് ഹാഫ് തന്നെ അടിച്ചു. എനിക്കിനി ഒന്നും ചെയ്യല്ല. പരമാവധി ശ്രമിക്കുന്നു, തോൽക്കുന്നു. കാരണം സ്ക്രിപ്റ്റഡ് ആണ് ഗൈസ്, ഇതൊക്കെ സ്ക്രിപ്റ്റഡാണ്. കണ്ടോ, അവർക്ക് മാത്രം സ്കിൽ ചെയ്യാം, പക്ഷെ നമുക്ക് സ്കിൽ ചെയ്യാൻ അറിയില്ല. സ്കിൽ ചെയ്യാൻ നോക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല. ഞാൻ മുമ്പ് സ്കിൽ ചെയ്യാത്ത ഒരാളാണ്. അതിപ്പോൾ ഈ ഫുട്ബോൾ ഏകദേശം ഞാൻ 3 കൊല്ലം കഴിഞ്ഞ് കളിക്കൽ തുടങ്ങിയിട്ട് ഞാൻ സ്കില്ല് പഠിച്ചിട്ടില്ല. കാരണം എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അത് സംഭവം. മേച്ചപ്പ് ഒന്നുകൊണ്ട് തീരെ ആവശ്യമില്ല. കാരണം ഞാൻ മേച്ചപ്പാണ് നല്ല രീതിയിൽ നോക്കിയത്. പിന്നെ സ്കില്ല് ഞാൻ പഠിക്കും, പക്ഷേ കളിയിൽ ഉപയോഗിക്കുമ്പോൾ അപ്പം പാളും. പിന്നെ അതിനായിട്ട് നിന്നിട്ടില്ല. നല്ല ഉപയോഗിക്കണ പോലെ ഉണ്ട്, ബട്ട് നമുക്ക് കേൾക്കൂല. ഓ സ്കിൽ, ആ സ്കില്ലാണ് കൈസ്. ഓ മെസ്സി. ഓക്കെ മെസ്സി
മെസ്സി മെസ്സി മെസ്സി മെസ്സി മെസ്സി. യെസ്. നമ്മൾ കംബാക്ക് അടിക്കുമോ? കംബാക്ക് അടിക്കുമോ ഗൈസ്? കംബാക്ക് അടിക്കുമോ? ഇറ്റ്സ് കൗണ്ടർ ലൈമിൽ ഗോൾ ഇട്ടുക്കണു. ഏകദേശം 15 മിനിറ്റായി. നിങ്ങളിത് 15 മിനിറ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംബാക്ക് അടിക്കുന്നത് കാണാം. കംബാക്ക് അടിച്ചാലല്ലേ. പക്ഷെ അവരിപ്പോൾ ഒരു ഗോൾ ഇട്ടാലേ പണി പാളും. ഓക്കെ ഓക്കെ ഗൈസ് ഗൈസ് ഗൈസ്. നെയ്മർ നെയ്മർ എടുക്കാം. യെസ് കംബാക്ക് 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 കംബാക്ക്. ഓക്കെ നമ്മൾ 2-2 അതായത് ഈ പറഞ്ഞ പെസ് 2017 PC വെർഷനിലെ ഏറ്റവും ടോപ്പ് ക്ലാസ് പ്ലെയർ അതായത് ലെവലിലിട്ട് കണ്ട് അത് ടോപ്പ് ക്ലാസ് ടീമായ റയൽ മാഡ്രിഡിനെതിരെ നമ്മൾ സമനില പിടിച്ചിരിക്കുകയാണ്. ജയിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് 2 ഗോളൊക്കെ അടിക്കുന്നത് ഈ സൂപ്പർ സ്റ്റാർ എന്ന ലെവലിലിട്ട് കണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഷോക്ക് അടിക്കണ്ടാവില്ലേ, കാരണം ഗെയിമിൻ്റെ സൗണ്ട് ഇല്ല. അറിയാം വീഡിയോ ഭയങ്കര ഷോക്കാക്കാരം. ഒന്നാമത് സ്ക്രീൻ റെക്കോർഡറും അല്ലല്ലോ. സ്ക്രീൻ റെക്കോർഡ് ഇത്ര സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. കാരണം ഏകദേശം 10 വർഷം ഒരു 10 വർഷം ഉണ്ടാവും. ഏകദേശം 10 വർഷം. ഇതിൽ ഞാൻ എന്തോ നോക്കിയപ്പോൾ 2013 കണ്ടത്. ലാസ്റ്റ് വെച്ച് കംബാക്ക്. ഇവിടെ കൊടുക്കാം. ബാക്കിന്ന് കാലിട്ടു. ആരാണത്? ക്രിസ്ത്യാനോ റൊണാൾഡോ. അങ്ങോട്ട് വാ വാണിങ് വന്നിക്കണം. ഏതോ ചൈനീസ് ലെഫ്രിയാണ് ഗൈസ്. ചൈനീസ് ലെഫ്രി അതന്നെ. മര്യാദക്ക് നിന്നുള്ളൂ. ഓക്കെ. ഞാൻ ഇനി ക്രിസ്ത്യാനോ ഹെയ്റ്ററൊന്നല്ല ഗൈസ്. ക്രിസ്ത്യാനോ നല്ല പ്ലെയറാണ്. ഇന്ത്യ ബെസ്റ്റ് ടീം എടുക്കുക സ്ട്രൈക്കർ ക്രിസ്ത്യാനാണ്. കാരണം ഞാൻ പലയിടത്തും നടക്കും. പബ്ലിക് ഒപ്പീനിയനിൽ സ്ട്രൈക്കർ ഹാളുണ്ട്, എംബാപ്പെ വെക്കും. ഇവരൊന്നും ക്രിസ്ത്യാൻ്റെ അത്ര ഗോൾ അടിച്ചു ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവർ അത്ര വെക്കേണ്ട ആവശ്യം? കരുതിയത് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഗൈസ് ഇതാണ് കൊറ. അപ്പം ഞാൻ കരുതിയത് അങ്ങനെ തന്നെയാണ്. ഓ എന്നാലും ഇനി അവർ ഗോൾട്ട അടിപടലം ഞാൻ മൂഞ്ചും. ഓക്കെ അടിപടലം മൂഞ്ചും എന്ന് പറഞ്ഞാൽ അവരുടെ മൂഞ്ചും. അവരാച്ച പൊരിഞ്ഞ കളി. ഓക്കെ ബുസ്കറ്റ്സ് മഷറ. ക്രോസ് വരും. ഒരു മെയിൻ സംഭവമാണ് ക്രോസിങ്. കാരണം അപ്പുറത്ത് എല്ലാവരും കുത്തും. അതായത് ഇങ്ങോരൊന്നും ഇല്ല ആണോ. കമോട്ടച്ച് കുത്തും. അപ്പോൾ നമുക്ക് ബലാൻഡിലേക്ക് പോകേണ്ടി വരും. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നു. അപ്പോൾ നല്ലൊരു ഗെയിം പ്ലേ ആയിരുന്നു. ഓക്കെ നമുക്ക് ബലാൻഡിലേക്ക് പോവാമെന്ന് ചോദിച്ചാൽ ബലാൻഡിലേക്ക് പോവാം. ഇപ്പോൾ പന്ത് കിട്ടണ്ടേ? പന്ത് കിട്ടിയാലുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ബലാൻഡിലേക്ക് പോവാം. വെളിയടേ ഇതിലങ്ങനെ ഇങ്ങനെയൊന്നും വിളിക്കൂല. ഞാൻ അറ്റാക്കിങ് പെട്ടെന്ന് പോയിക്കണമെങ്കിൽ ചിലപ്പോൾ വിളിക്കൂല. അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബലാൻഡേ ഷൂട്ട് ഔട്ടിലേക്ക് പോകാം. ബലാൻഡേ ഷൂട്ട് കഴിഞ്ഞ ബലാൻഡേ ഷൂട്ടാണ് ഞാൻ ജയിച്ചത്. ഇതും ബലാൻഡേ ഷൂട്ടൗട്ടിൽ ജയിക്കാവോ? അതിൽ ബെൻസിമ പോസ്റ്റുമൊക്കെ അടിച്ചു. അതൊക്കെ ഒരു സ്ക്രിപ്റ്റഡാണ്. കാരണം നമ്മൾ ബലാൻഡ് എത്തിയാൽ നമ്മൾ ജയിക്കും, അല്ലെങ്കിൽ ഒരു ജയിക്കും. ഓടിച്ച് ഒരു ജയിപ്പിക്കാൻ അയക്കൂല. അതുപോലെ ഫസ്റ്റ് കിക്ക് ക്രിസ്ത്യാനോ. നമ്മളോട് ഫസ്റ്റ് കിക്ക് നെയ്മർ ജൂനിയർ. ഓക്കെ നെയ്മർ ജൂനിയർ. ഒരു ബലാൻഡിക്ക് മാത്രമുള്ളൊരു ഇത് റയലും ബാസിനെ ബലാൻഡിക്ക് മാത്രമുള്ളൊരു വീഡിയോ ഇട്ടേക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഇതാക്കാം കേട്ടോ. കാണണ്ടല്ലോ നിങ്ങൾ. നമുക്ക് ഏകദേശം കൊടുക്കെത്തിക്കാം. തടുത്താ മഞ്ചി. ഓ
ഏ ഏ ഏ ഗൈസ് തടുത്തില്ല ഹോസ്റ്റലിൽ ഗൈസ് ഓക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ തടുത്തു ഗൈസ് ക്രിസ്ത്യാനോ റൊണാൾഡോ തടുത്തു ഇനി കളിയില്ല ഓക്കെ ഏയ് ഏയ് ഓക്കേ ഞാനതും പോസ്റ്റുമ്പോൾ തട്ടും കയ്യിൽ ഗൈസ് അല്ലെങ്കിൽ പുറത്ത് ബെയിൽ സീരിയസ് ആണ് ഗൈസ് ഓക്കെ ഇങ്ങോട്ട് എന്ത് പറ്റി രമണ സുവാരസിന് നമ്മൾ പണിപാളോ സുവാരസ് പതുക്കെ അടിച്ചോളൂ ഗുഡ് ബെലാൻഡേ ഇറ്റ്സ് ബെൻസിമ കാര്യം ബെൻസിമ എന്താണ് ഗൈസ് ക്രിസ്ത്യാനോ മാത്രം പത്ത് ഇത് ചെയ്യും നമ്മൾ കഴിഞ്ഞ ബെൻസിമ വന്നു പക്ഷേ നമുക്ക് ബെൻസിമ വന്നില്ല ഇത്ര വേണ്ട ഇത്ര മതി ഓക്കെ എന്ത് ചെയ്യും എന്തുവാണ് ഞാൻ തോറ്റു വേറൊന്നുമില്ല ഒന്നുമില്ല ഗൈസ് ഒന്നുമില്ല തോറ്റു ഗൈസ് ഒന്നുമില്ല തോറ്റു ഇതോടെയും പോയാൽ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ വീഡിയോ ബോറടിച്ച് കണ്ടുപോലുണ്ടെങ്കിൽ നിർത്തി പോവാ ഇത്രേ ഉള്ളൂ പറയാല്ലേ അല്ല ഒന്നും പറയല്ല ഇവിടെ ഈ കംബാക്കിനൊന്നും സമയമൊന്നും ഒന്നുമില്ല എന്തോന്നിനി അടുത്ത കളി അടുത്ത് ഞാൻ എങ്ങനെ തടുക്കും വെടിയേ എന്തുവാടേത് ആ പോണു അപ്പോൾ എന്താണ് പറഞ്ഞത് ആദ്യം തന്നെ നിർത്തി പോയില്ലേ അപ്പോൾ ഓക്കെ എത്ര ഉള്ളൂ റയൽ മാഡ്രിഡിനെ ജയിച്ചു ഓക്കെ സൂപ്പർ സ്റ്റാറാണ് ബാക്കിയൊക്കെ നമുക്ക് കാണിച്ചു തന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ബൈ